ഡോക്ടറെ കുറച്ച് നാളായിട്ട് എൻ്റെ ഈ ഷോൾഡറിന് ഭയങ്കര പെയിൻ ആണ്. മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര പ്രയാസമായിട്ട് വരുന്നുണ്ട്. എത്ര നാളായി? ഒരു 1-2 മാസമായി. 2 മാസമായി. എവിടെയെങ്കിലും കൈകുത്തി വീഴും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഡയബറ്റിക് ആണോ? അതെ. ഡയബറ്റീസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 1 ഇയർ ആയി. 1 ഇയർ ആയി. എന്ത് ജോലി എന്തുവാ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ? എക്സസൈസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അല്ലേ? ഈ ഒരു പോയിന്റിലാണോ പെയിൻ ഉള്ളത്? അതെ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെയോ? ഉണ്ട്. നമ്മുടെ ഈ ഷോൾഡർ എന്ന് പറയുന്ന ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മൂവ്മെന്റ്സ് കൊടുക്കാതിരിക്കും തോറും അത് സ്റ്റിഫ് ആവും. അതായത് ഇതൊരു അഡ്ഹസീവ് ആയിട്ട് നമ്മൾ മൂവ്മെന്റ്സ് കൊടുക്കാതിരിക്കുമ്പോൾ അതങ്ങ് അഡ്ഹസീവ് ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിൽ ഇതിനെ ചുറ്റും കുറെ മസിൽസും ക്യാപ്സ്യൂൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൂവ്മെന്റ്സ് കൊടുക്കാതെ വരുമ്പോഴാണ് ഇത് സ്റ്റിക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിനൊരു മൂവ്മെന്റ്സ് കൊടുത്തോണ്ടിരുന്നെങ്കിൽ മാത്രമേ അവിടുത്തെ സ്റ്റിഫ്നെസ് ഉള്ളൂ. ഇതൊക്കെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഒരു ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെ പറയുന്ന സ്റ്റേജിലേക്ക് വരുന്ന ഒരു ഇതാണ്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ഓരോ മൂവ്മെന്റ്സ് ഓരോ ജോയിന്റ്സിനും എപ്പോഴും ഒരു 5 to 10 മിനിറ്റ്സ് കൊടുക്കുന്നതോറും നമ്മൾ മൂവ്മെന്റ്സ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ആവുകയും നമുക്ക് അവിടുത്തെ ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും സാധിക്കും കേട്ടോ. ഇപ്പം പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല.